നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഏറ്റവും അധികം ആത്മവിശ്വാസമുള്ളത് ആർക്കാണ്? ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും അവിടുത്തെ ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിനാണെന്ന്. അല്ല, സ്വരാജിനേക്കാൾ ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ നിരവധി പരിപാടികളാണ് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. 13, 14, 15 തീയതികളിൽ വലിയ പൊതുയോഗങ്ങളെയും പഞ്ചായത്ത് തലത്തിലുള്ള പൊതുയോഗങ്ങളെയും എല്ലാം അഭിമുഖീകരിക്കാൻ, അഭിസംബോധന ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറെടുക്കുകയാണ്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ സൂചന ലഭിച്ചു, ഇടതുപക്ഷത്തിന് അവിടെ മുൻതൂക്കമുണ്ട്. കാരണം എം സ്വരാജ് സ്ഥാനാർത്ഥിയാവുകയും PV അൻവർ കലാപക്കൊടി ഉയർത്തുകയും ചെയ്തതോടെ ഇടതുപക്ഷത്തിന് അവിടെ സാധ്യത തെളിഞ്ഞു എന്ന് ആദ്യം മനസ്സിലായത് പിണറായി വിജയന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ്. നിലമ്പൂരിൽ പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് പിണറായി വിജയൻ തൻ്റെ അടുത്ത ആളുകളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹത്തിനുണ്ട്. ഒരുപക്ഷെ എം സ്വരാജിനേക്കാൾ, MV ഗോവിന്ദനേക്കാളൊക്കെ ആത്മവിശ്വാസം നിലമ്പൂരിൻ്റെ കാര്യത്തിൽ സാക്ഷാൽ പിണറായി വിജയന് തന്നെയാണ്. കൃത്യമായ വോട്ടിംഗ് പാറ്റേണും ഏതെല്ലാം വോട്ടുകൾ എവിടെയെല്ലാം തിരിഞ്ഞു പോകുമെന്നും BJP വോട്ടുകൾ എത്ര കണ്ട് ഫലത്തെ സ്വാധീനിക്കുമെന്നും PV അൻവർ എവിടം വരെ പോകുമെന്നും എല്ലാം കൃത്യമായി ചാർട്ട് വെച്ച് പിണറായി വിജയൻ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്നാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അത് CPMലെ മറ്റു നേതാക്കൾക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. MV ഗോവിന്ദൻ അടക്കമുള്ള ഒരു നേതാവിനും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ പിണറായി വിജയന് തൻ്റെ കൈവെള്ളയിലുണ്ട് എത്ര വോട്ടുകൾ നിലമ്പൂരിൽ CPMന് അനുകൂലമായിട്ട് വീഴും, എത്ര വോട്ടുകൾ അവർക്ക് എതിരായിട്ട് തിരിയും, മറ്റു വോട്ടുകളുടെ ഡീവിയേഷൻസ് എങ്ങനെയായിരിക്കും, അത് എങ്ങനെയൊക്കെ ആരൊക്കെ ബാധിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായ വിവരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിലുണ്ടെന്നാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ ഒന്നും കാണാത്തത്ര ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നമ്മൾ കണ്ടത്. നിലമ്പൂരിൽ CPM വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു തർക്കമില്ല. കാരണം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടുമൊക്കെ മുഖ്യമന്ത്രി ഇത്ര ആത്മവിശ്വാസത്തോടു കൂടിയോ ആവേശത്തോടു കൂടിയോ അല്ല ചെന്നത്. കാരണം അതുകൊണ്ട് അവിടെ സ്വരാജ് നിർത്താതെ ഒരു LDF സ്വതന്ത്രമാണെങ്കിൽ മുഖ്യമന്ത്രി 1-2 തവണ കഷ്ടിച്ച് അവിടെ പോയി തിരിച്ചു വരികയാണ്. കാരണം അതൊന്നും അദ്ദേഹത്തിന് അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല. അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലാണ് പിണറായി വിജയൻ ആവേശത്തോടെ, ഉത്സാഹത്തോടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കാറുള്ളത്. ഇത്തവണ നമ്മൾ നിലമ്പൂരിൽ കണ്ടത് അങ്ങനെയാണ്. തൃക്കാക്കരയിലൊന്നും അദ്ദേഹം ഇത്രയ്ക്ക് നമ്മൾ നേരിട്ട് കണ്ടതാണ്. തൃക്കാക്കരയിൽ നിന്ന് അദ്ദേഹം പല യോഗങ്ങളെ അഭിസംബോധന ചെയ്തെങ്കിലും ആ ഫലത്തെക്കുറിച്ച്, തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഏകദേശ രൂപം മനസ്സിലുണ്ടായിരുന്നു. പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ അങ്ങനെ തന്നെയാണ്, ഏകദേശ രൂപം അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. കാരണം തൃക്കാക്കരയിലും പാലക്കാടും എല്ലാം സ്വതന്ത്രരെ പരീക്ഷിച്ച് തന്നെ CPMന് അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. പുതുപ്പള്ളി വരെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഉമ്മൻചാണ്ടി മരിച്ച അതിലാണ് ആ തെരഞ്ഞെടുപ്പ് വരുന്നത്. ചാണ്ടി ഉമ്മന് തന്നെയായിരിക്കും അവിടെ ഭൂരിപക്ഷം എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ നിലമ്പൂർ അങ്ങനെയല്ല. നിലമ്പൂർ PV അൻവർ മാറി ആര്യൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി. അൻവർ തെറ്റിയെന്ന് കണ്ടപ്പോൾ എം സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ നിർദ്ദേശം നൽകിയത് പിണറായി വിജയൻ തന്നെയാണ്. അൻവർ UDFും കോൺഗ്രസുമായി തെറ്റിയെന്ന് അറിഞ്ഞ നിമിഷം തന്നെ സ്വരാജ് സ്ഥാനാർത്ഥിയാക്കി നിർത്തട്ടെ എന്ന്, അല്ലെങ്കിൽ സ്വരാജ് സ്ഥാനാർത്ഥിയാവട്ടെ എന്ന് പിണറായി വിജയൻ നിശ്ചയിച്ചു. അദ്ദേഹം വെറുതെ നിശ്ചയിച്ചല്ല. അൻവർ ഉറക്കുകയാണെങ്കിൽ UDFിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ധാരണ പിണറായിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എം സ്വരാജിന് ആ നിമിഷം അവിടെ സ്ഥാനാർത്ഥിയായത്. അൻവർ തെറ്റാതെ, അൻവർ ആര്യൻ ഷൗക്കത്തിനൊപ്പം നിൽക്കുക അല്ലെങ്കിൽ UDFിനൊപ്പം നിൽക്കുകയായിരുന്നെങ്കിൽ അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി തടി കഴിച്ചിലാക്കാനാണെന്ന് പിണറായി നോക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ അൻവർ ഉടക്കിയ സ്ഥിതിക്ക്, BJP ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന സ്ഥിതിക്ക് നിലമ്പൂർ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകലും എല്ലാം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്.